നിങ്ങളൊരു N8N or Make or Zapier യൂസർ ആണെങ്കിൽ you should definitely watch this video. ഗൂഗിൾ അവരുടെ പുതിയ ഓട്ടോമേഷൻ ബിൽഡറായ ഓപ്പലിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. AI പവേർഡ് ആയിട്ടുള്ള ഈ മിനി ഓട്ടോമേഷൻ ബിൽഡർ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഇത് US മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിലും നമുക്ക് VPN ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും. N8N പോലെ ഇതും ഒരു നോ കോഡ് ഓട്ടോമേഷൻ ബിൽഡറാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി നമുക്ക് ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യാൻ ഇവിടെയും പറ്റും. പിന്നെ ഗൂഗിളിന്റെ തന്നെ എക്കോസിസ്റ്റം ആയതുകൊണ്ട് ഗൂഗിൾ ആപ്സ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രോപ്സ് ഇതൊക്കെ സീംലെസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും ഈ പ്ലാറ്റ്ഫോമിൽ പറ്റും. അതിന് നമ്മൾ ഒരു തരത്തിലുള്ള APIസോ ഒരു ടൂൾ കോളിങ്ങോ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതില്ല. എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI മോഡലുകളായ ജെമിനി 2.5 Pro, Imagen 4, Veo 3 ഇതെല്ലാം നമുക്ക് ഫ്രീ ആയി തന്നെ ഇതിലും യൂസ് ചെയ്യാൻ പറ്റും. സോ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ചാനലിലോട്ട് ഗിമ്മിക് ആയിട്ടുള്ള AI ടൂളുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് റിയൽ വേൾഡിൽ യൂസ്ഫുൾ ആയിട്ടുള്ള AIകളെയാണ് മാക്സിമം കവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ്, അതിൻ്റെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ, അതെങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഇതാണ് ഓപ്പലിന്റെ ലാൻഡിംഗ് പേജ്. ഇതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഡെമോ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് ഓപ്പൽ, എങ്ങനെയൊക്കെ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം, അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സൈൻ ഇൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് VPN നമ്മൾ കണക്ട് ആയിരിക്കണം. അർബൻ VPN ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അർബൻ VPN എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇവിടെ എക്സ്റ്റൻഷൻ എന്നുള്ള കാണിക്കുന്ന ഓപ്ഷനിൽ മാനേജ് എക്സ്റ്റൻഷൻസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ബ്രൗസർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫയർഫോക്സ് ആവട്ടെ, ക്രോം ആവട്ടെ, എല്ലാത്തിലും ഈ മാനേജ് എക്സ്റ്റൻഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ് സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അത് എല്ലാ ബ്രൗസറിലും പല പല പേരിലായിരിക്കും, പക്ഷെ വെബ് സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ മസ്റ്റ് ആയിട്ടുണ്ടാവും. വെബ് സ്റ്റോറിനകത്ത് പോവുക. അവിടെ പോയിട്ട് അർബൻ VPN എന്നുള്ളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ടു ബ്രേവ് എന്നോ ആഡ് ടു ക്രോം എന്നോ അല്ലെ ആഡ് ടു ഫയർഫോക്സ് എന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഷോർട്ട് കട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വിടാവുന്നതാണ്. എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പിൻ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റും, ഈസി ആക്സസിന് വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPN അകത്ത് പോവുക. US ആണ് കണക്ട് ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് കണക്ട് കൊടുക്കുക. ഒരു 2 സെക്കൻഡിൽ തന്നെ അത് കണക്റ്റഡ് ആയതിനു ശേഷം വേണം നമ്മളിത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു Gmail ID നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെയിൻ Gmail ID തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു സെക്കൻഡറി Gmail ID ചൂസ് ചെയ്യുക. കാരണം VPN ഒക്കെ കണക്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്, ലൈക്ക് എന്തൊക്കെ നമ്മൾ പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവിന്റെ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ഓൾ കൊടുക്കുക. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡറി ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഈ ഇന്റർഫേസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് യുവർ ഓപ്പൽ ആപ്സ്, അതായത് നമുക്ക് നമ്മുടെ സ്വന്തം ഓപ്പൽ ആപ്സിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പൽ ആപ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു എക്സ്പെരിമെന്റൽ സ്റ്റേജിലുള്ളത്, ബീറ്റ വെർഷൻ ആണെന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിനായിട്ട് ഡിസ്കോഡ് ചാനലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ അങ്ങനെയാവാം. വാച്ച് ഡെമോയിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡെമോ കാണാൻ വിട്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണാം. സോ ഇവിടെ ഗാലറിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആപ്പുകൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത്, ഡെമോന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബ്ലോഗ് പോസ്റ്റ് റൈറ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ മെയിനിൽ ടോപ്പിൽ ഇങ്ങനെ 2 ബട്ടൺസ് ഉണ്ടാവും. ഒരു ആപ്പ് ഒന്ന്, എഡിറ്റർ ഒന്നുണ്ട്. ഈ ആപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇവിടെ നമ്മൾ ഈ ആപ്പിൻ്റെ മൊത്തം പ്രിവ്യൂ ആയിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ആ കാണുന്നതിനെയാണ് നമുക്കിവിടെ ആപ്പിൻ്റെ രൂപത്തിൽ വലുതായിട്ട് കാണാൻ പറ്റുക. നമ്മളെ ആപ്പ് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എഡിറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു UI അല്ലെങ്കിൽ ഒരു നോട്ട്സ് എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു എങ്ങനെയാണ് വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കൺസോളിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഒന്നും ഇവിടെ പ്രത്യേകിച്ച് കാണൂല. കാരണം ഇത് റൺ ആവുന്ന സമയത്ത് മാത്രമേ ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ കാണിച്ചു തരുള്ളൂ.
തീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ വിൻഡോ ഉണ്ടല്ലോ, ഇത് എങ്ങനെ കാണണം എന്നുള്ളത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കറന്റ് ഗൂഗിളിന്റെ തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ആ തീം എന്നുള്ള ഓപ്ഷൻ കാണിക്കാത്തത്. ഇത് നമുക്കിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് റിമിക്സ്. അപ്പോൾ ഒരു 2 സെക്കൻഡ് കൊണ്ട് അതൊന്ന് റിമിക്സായി മാറും. റിമിക്സിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഇതിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ടെംപ്ലേറ്റിൽ നിന്നും നമുക്ക് നമ്മുടേതായ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ പേജിൽ ക്രിയേറ്റ് ചെയ്ത് തരും. അതെങ്ങനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ബ്ലോഗ് പോസ്റ്റ് റൈറ്റർ ആണല്ലോ നമ്മൾ റിമിക്സ് ചെയ്തത്, അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിമിക്സ് ചെയ്ത ഈ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഇന്റർഫേസ് ആണ് ഇവിടെ കാണാൻ പറ്റുക. അഡീഷണൽ ബട്ടൺസ് ഒക്കെ എനേബിൾ ആയിട്ടുണ്ട് അല്ലെ. ഇവിടെ യൂസർ ഇൻപുട്ട്, ജനറേറ്റ്, ഔട്ട്പുട്ട്, ആഡ് അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബട്ടൺസ് എനേബിൾ ആയിട്ടുണ്ട്. ആഡ് അസറ്റ്സിനകത്തും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡ് ഫയൽ, മൈ ഡ്രൈവ്, യൂട്യൂബ് ഒക്കെ നിങ്ങൾക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. നോഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡ്രോയിങ്സ്, നിങ്ങളിപ്പോൾ ഡ്രോയിങ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ്ങിന്റെ ഒരു നോഡ് ആഡ് ആവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു തംബ്നെയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വരച്ചിട്ടൊക്കെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ യൂസർ ഇൻപുട്ട്, ജനറേറ്റ്, ഔട്ട്പുട്ട്, ഈ 3 തരത്തിലുള്ള നോഡുകൾ ഉണ്ടെന്ന്. ഈ യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, എന്താണോ യൂസർ സൈഡിൽ നമുക്ക് ഇൻപുട്ടായിട്ട് വാങ്ങേണ്ടത്, അതൊരു ഫോം ആവാം, ടെക്സ്റ്റ് ആവാം. ഈ യെല്ലോ കളറിൽ കാണിക്കുന്നതൊക്കെയാണ് ഇവിടെ യൂസർ ഇൻപുട്ട്. ജനറേറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന യൂസർ ഇൻപുട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത നോഡിൽ നിന്ന് എന്താണോ ആക്ഷൻ നടക്കേണ്ടത്, ആ ആക്ഷൻ നടക്കുന്നതൊക്കെ നമ്മുടെ ഈ ജനറേറ്റ് ഔട്ട്പുട്ട് നോഡിലായിരിക്കും. ഇത് ഏതെങ്കിലും ഒന്ന് ഇപ്പം റാൻഡമായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഏത് മോഡലാണ് നമ്മൾ ആ പർട്ടിക്കുലർ നോഡിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്, ബൈ ഡിഫോൾട്ട് ഏതാ വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നോഡ് വേണമെങ്കിൽ ചൂസും ചെയ്യാം. 2.5 Pro ഉണ്ട്, പിന്നെ ഇമേജ് ജനറേറ്റ്, ഇമേജൻ 4 ഉണ്ട്, വിയോ ഉണ്ട്, വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ലിറിയ, മ്യൂസിക് ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ളതാണ് ലിറിയ ഒക്കെ ഉണ്ട്. ഈ വലതുവശത്ത് വന്നു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന പ്രോംപ്റ്റിനെ നമുക്ക് നമ്മൾ എഴുതാതെ തന്നെ എഐനെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ എന്തെങ്കിലും ഈ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ടിൽ എനിക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്ത് എനിക്ക് സജഷൻ ചോദിക്കുക, സജഷൻ ചോദിക്കുന്നല്ല, സജഷൻ പറഞ്ഞു കൊടുക്കാം. എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ എനിക്ക് കുറച്ച് ചേഞ്ച് വേണം എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തൽക്കാലം ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല, നമ്മൾ ഫോണായിട്ട് ഒന്ന് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന് തൊട്ടടുത്തായിട്ട് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ടൂളുകൾ ഈ ഒരു പർട്ടിക്കുലർ നോഡിന് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്, ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ടൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏജന്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞ വീഡിയോയിൽ ഈ ടൂളുകളെ പറ്റിയും എന്തിനാണ് ടൂൾ ഏജന്റിന് ആവശ്യം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ ടോപ്പിൽ കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് കാണാം. തൊട്ട് താഴത്തായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കാണാൻ പറ്റുമല്ലോ. ഇത് വേറൊന്നല്ല, നമ്മൾ ഈ നോഡിനോട് പറഞ്ഞു കൊടുക്കുക തൊട്ട് മുന്നത്തെ ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് ഇൻപുട്ടായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന യൂസർ ഇൻപുട്ട് നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് വന്നിട്ടുണ്ടല്ലോ ഇവിടെ, ഇതും വേറൊന്നല്ല, തൊട്ട് മുന്നത്തെ ഈ ഒരു നോഡാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റിനകത്ത് കൊടുക്കുമല്ലോ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം, എന്തൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കണം. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇത് നമ്മൾ എന്തിൽ നിന്നാണോ നമുക്ക് ആ ഡാറ്റ പർട്ടിക്കുലർ ആക്ഷൻ നടക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിനകത്താണ് സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കുക. ഇവിടെ ബൈ ഡിഫോൾട്ട് ഒരു സിസ്റ്റം പ്രോംപ്റ്റ് അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി ഇതിങ്ങനെ തന്നെ ഒരു പ്രോംപ്റ്റ് വെച്ച് പോവാം, അല്ല നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സിസ്റ്റം പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ഈ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫൈനലി ഔട്ട്പുട്ടിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ഔട്ട്പുട്ട് നോഡ് വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓരോന്നിൻ്റെയും ഓരോ സ്റ്റേജിലും നടക്കുന്ന ആക്ഷൻ്റെ എൻഡ് റിസൾട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് നോഡിൽ കാണാൻ പറ്റുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ നോഡിന് 2 ഇൻപുട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു റൈറ്റ് പോസ്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ട്, ഒരു ബാനർ ഇമേജ്, അതായത് ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ബ്ലോഗിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും, ആ കണ്ടന്റിൽ റൈറ്റിങ്സ് ഉണ്ടാവും, അതുകൂടാതെ തന്നെ ഒരു ഇമേജും 1-2 ഇമേജുകളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഓൾ ടുഗെദർ ഒരു യൂസർ എടുക്കുന്ന ഇൻപുട്ട് വാങ്ങുന്നു, ആ ഇൻപുട്ടിൽ നിന്നും ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു.
ആ റിസർച്ച് കണ്ടക്ട് ചെയ്തതിൽ നിന്ന് ആ റിസർച്ച് ചെയ്ത കണ്ടന്റ്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ടൂളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. വെബ് സെർച്ച് ടൂളും ഗെറ്റ് വെബ് പേജ് ടൂളും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ടോപ്പിക്കിന് ഈ 2 ടൂളുകൾ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഓവറോൾ റിസർച്ച് കണ്ടന്റിനെ ഒരു ഔട്ട്ലൈൻ എന്നുള്ള നോഡിലോട്ട് പാസ് ചെയ്യുന്നു. ഔട്ട്ലൈൻ എന്നുള്ള നോഡിൽ എന്താ ചെയ്യുന്നത്, ഈ ടോപ്പിക്കും ഈ റിസർച്ചും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഔട്ട്ലൈൻ ഈ പോസ്റ്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ആ തന്നിരിക്കുന്ന ഔട്ട്ലൈൻ നിന്നൊരു ബ്ലോഗ് പോസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ നോഡിൽ. പക്ഷെ ഈ നോഡിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഔട്ട്ലൈനിൽ നിന്നും ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ജെമിനി 2.0 ഫ്ലാഷ് ഇമേജ് ജനറേറ്റർ. ഇമേജൻ 4 അല്ല, തൊട്ട് മുന്നത്തതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ഡമ്മി ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഈ 2 കണ്ടന്റ് ആണ് ലാസ്റ്റ് ഫൈനലായിട്ട് ഈ നോഡിലെ വെബ് പേജ് എന്നുള്ള ഒരു ലേ ഔട്ടിലാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് നോഡിൽ പലതരത്തിലുള്ള ലേ ഔട്ടുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫോർമാറ്റുകൾ കാണാം. എന്താ പറയുക, യൂട്ടിലൈസ് ചെയ്യാം. അതിൽ മാനുവൽ ലേ ഔട്ട് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. വെബ് ലേ ഔട്ട് എന്ന് പറയുന്നത് വേറെ തന്നെ, നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതാണ് വെബ് ലേ ഔട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടന്റ് ഗൂഗിൾ ഡോക്സിൽ സേവ് ചെയ്യണോ, ഗൂഗിൾ സ്ലൈഡായിട്ട് സേവ് ചെയ്യണോ, ഷീറ്റ്സിലോട്ട് ആഡ് ചെയ്യണോ, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവും. റൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനിലോട്ട് വരിക, എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആപ്പിനകത്ത് വന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് ഇപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റിൻ്റെ കണ്ടന്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ കൊടുക്കുകയാണ് ഇൻട്രോ ടു N8 ഞാൻ ചുമ്മാ കൊടുത്തു. ഇപ്പോൾ ഡു റിസർച്ച് എന്നുള്ള നോഡാണ് സെലക്ട് ആയിട്ടുള്ളത്. അത് നമുക്കിവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ കൺസോളിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ പോയിന്റിൽ എന്തൊക്കെ ആക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ഡു റിസർച്ച് എന്നുള്ള നോഡാണല്ലോ റൺ ആവുന്നത്. അതിൽ ഫസ്റ്റ് ജെമിനി 2.5 കോൾ ആവുന്നുണ്ട്, ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാന്. ഞാൻ ഏജന്റിന്റെ വീഡിയോയിൽ ഇതൊക്കെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. തൊട്ടടുത്ത നോഡിൽ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താ നടക്കുന്നത്, വീണ്ടും ജെമിനി 2.5 കോൾ ആയിട്ടുണ്ട്, വേറെ കുറേ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനിൽ എവിടെയെങ്കിലും അതേ കിടക്കുന്ന ടൂള് കോൾ ആയിട്ടുണ്ട്. N8 പറ്റി കുറേ കണ്ടന്റ് ഒക്കെ അത് ആക്സസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഓക്കെ, ഗംഭീരമായിട്ട് പോകുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ആ നോഡ് കംപ്ലീറ്റ് ആയി. ഒരു ഔട്ട്ലൈൻ ഇപ്പം റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് നടന്ന റിസർച്ചും ഈ ടോപ്പിക്കിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കണ്ടന്റ് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. ചില സമയത്ത് ഇതിങ്ങനെ ഈ ജെയ്സൺ ഫോർമാറ്റിലൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, എന്തായാലും ഒരു ഔട്ട്ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ കിടക്കുന്ന ഔട്ട്ലൈൻ ഇതാണ് അതിൻ്റെ ഔട്ട്ലൈൻ. ഇപ്പം നമ്മൾ കൊടുത്ത ടോപ്പിക്കിൻ്റെ ഔട്ട്ലൈനാണ്. വാട്ട് ഈസ് N8, വാട്ട് ദ ഹെക്ക് ഈസ് N8. ഈ ഒരു ഔട്ട്ലൈൻ ഫോർമാറ്റിൽ വന്നു. ഇത് ഒരു ബ്ലോഗ് പോസ്റ്റിന് വേണ്ടുന്ന രീതിയിൽ ടൈറ്റിൽ ഉണ്ട്, ഒരു ഹുക്ക് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ വന്നു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നോഡിന് അത് ഈസി ആയിട്ട് എന്താ പറയുക, അടുത്ത ആക്ഷൻസ് എടുക്കാൻ പറ്റുമല്ലോ. സോ ഈ ഏറ്റവും താഴത്ത് വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് പോസ്റ്റ് എന്നുള്ളതിൽ ആ ഒരു പർട്ടിക്കുലർ ഔട്ട്ലൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ ഒരു രൂപം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റ് ബാനർ ഇമേജിൽ എന്താ പറയുക, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇമേജൊക്കെ കോമഡിയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് അല്ല. കാരണം ഒന്നാമത് ഇപ്പം പഴയ വെർഷൻ ഓഫ് ഇമേജ് മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇമേജൻ 4 അല്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്തായാലും ഫൈനൽ റിസൾട്ടിൽ നമുക്ക് ബ്ലോഗ് പോസ്റ്റ് എങ്ങനെയാണ് ജനറേറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് പ്രിവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോഗ് പോസ്റ്റ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വെബ് പേജ് എന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെബ് പേജിൻ്റെ ലേ ഔട്ടിൽ ഇവിടെ ഒരു ബ്ലോഗ് പോസ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. കൊള്ളാം, സംഗതി കൊള്ളാം. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പലിൻ്റെ ഒരു ഫ്ലോ. ഇനി നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലേ ഔട്ട് നമുക്ക് ഓപ്പൺ ആവും. നേരത്തെ കണ്ടതുപോലെ അല്ലാണ്ട് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിലും യൂസർ ഇൻപുട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീഷൻ ടു ദാറ്റ്
ഇവിടെ ഒരു ഡെമോ വീഡിയോ കൊടുത്തിട്ടുണ്ട്, നേരത്തെ അതേ വീഡിയോ. ഓക്കെ, ഇത് എന്ന് പറയുന്ന ഒരു ഫ്രഷ് ലേ ഔട്ടാണ്, നേരത്തെ പോലെ റിമിക്സ്ഡ് അല്ല. അതുകൊണ്ട് ആ തീമും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ പ്രിവ്യൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് എം ടി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കൺസോളിനകത്ത് ഒന്നുമില്ല. പക്ഷേ തീമിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. തൽക്കാലം ഇപ്പം ഞാൻ അത് ചെയ്യുന്നില്ല. യൂസർ ഇൻപുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഇൻപുട്ടിനെ ആഡ് ചെയ്യാം. ഇത് ഈ കാണുന്ന ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നോഡിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ജനറേറ്റ് നോഡിനെയോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോഡിനോ അല്ലെങ്കിൽ വേറൊരു ഇൻപുട്ട് നോഡിനോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ജനറേറ്റ് എന്നുള്ള നോഡ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ ഇൻപുട്ടിൽ നിന്ന് ജനറേറ്റ് ഇൻപുട്ടിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് യൂസർ ഇൻപുട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. കാരണം ഇവിടെ നിന്നാണ് ഡാറ്റ ഈ നോഡിലോട്ട് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഈ പറഞ്ഞതിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിന് ചൂസ് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു ഫ്ലോ അല്ല എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡെമോന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോംപ്റ്റ് അടിച്ചിട്ട് ആ പ്രോംപ്റ്റിൽ നിന്ന് നമുക്കൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓർ കഫേ റെക്കമെൻഡർ എന്നുള്ളൊരു ആപ്പാണ് ഞാനിവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ജെമിനി വെച്ച് ചെയ്ത് നോക്കിയതാണ്. കുറച്ച് ഇൻപുട്ടൊക്കെ കൊടുത്ത് അതിനോട് തന്നെ ഒരു പ്രോംപ്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്കിയതാ. ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു ഗിവ് മീ സം ഐഡിയാസ് ഫോർ ഓപ്പൽ മിനി ആപ്സ് ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് ക്വിക്ലി. എന്നിട്ട് ഒന്ന് റിഫൈൻ ചെയ്ത് ഒരു പ്രോംപ്റ്റ് വേണമെന്നുള്ള രീതി പറഞ്ഞപ്പോൾ അത് തന്നെ കുറച്ച് പ്രോംപ്റ്റുകൾ തന്നു. ഞാൻ പറഞ്ഞു മാപ്പ് ഇൻ്റഗ്രേറ്റ് ആവുന്ന ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് വേണം. ഞാൻ പറഞ്ഞല്ലോ ടൂളുകളൊക്കെ ഉണ്ട്, മാപ്പ് ടൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു എന്താ പറയുക, ഒരു റിയൽ ലൈഫ് ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ വന്നൊരു ഓപ്ഷൻ ആയിരുന്നു റെസ്റ്റോറൻറ്റ് ഓർ കഫേ റെക്കമെൻഡർ എന്നിട്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റർ. ഓക്കെ, അപ്പം നമ്മുടെ കഫേ റെസ്റ്റോറൻറ്റ് ഓർ കഫേ റെക്കമെൻഡർ ആപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ 2 ഇൻപുട്ടാണ് കാണിക്കുന്നത്. ഒന്ന്, എന്താണ് നിങ്ങളുടെ ക്വസൈൻ ടൈപ്പ്, ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഇത് 2 ഇൻപുട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ റിസർച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ക്ലിക്കായിട്ട് നോക്കാം. യു ക്യാൻ ആക്സസ് ദ ഫോളോയിങ് ടൂൾസ്. സെർച്ച് വെബ് ഉണ്ട്, മാപ്പ് ഉണ്ട്, വെതർ ഉണ്ട്. ഓ അടിപൊളി. ആൻഡ് ഫോളോയിങ് ഇൻപുട്ട് ലൊക്കേഷനും ക്വസൈനും എടുത്തിട്ട് കം അപ്പ് വിത്ത് എ പ്ലാൻ ടു പെർഫോം ദ ഫോളോയിങ് ഇൻറ്റൻറ്റ്. Find 3 highly rated restaurants based on the provided cuisine type and location. For each recommended restaurant, identify its name, address, and concise summary of its reviews. The agent should prioritize highly rated establishment and aim for brief, informative review summaries. ഒരുമാതിരിപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരു റിവ്യൂ പറഞ്ഞു തരും, ലൊക്കേഷൻ തരും, അഡ്രസ്സ് തരും. ഓക്കെ, ബ്രീഫായിട്ടുള്ള സമ്മറി തരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ റിസർച്ച് സ്റ്റേജിൽ തന്നെ കിട്ടും. അതിനുശേഷം ഈ ഫോർമാറ്റ് റെസ്റ്റോറൻറ്റ് ഡാറ്റേനകത്ത് യു ആർ ആൻ എക്സ്പെർട്ട് ഡാറ്റ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഡാറ്റ പ്രിസൈസ് ആയിട്ട് എന്താ പറയുക എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പർട്ടിക്കുലർ നോഡ്. ഓക്കെ, ഇതും നമുക്ക് വേണമെങ്കിൽ നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നോഡിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഫ്ലാഷ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പ്രോ ആണ്, പ്രോ ചൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഫ്രീ ആയിട്ട്. ഓക്കെ, റേറ്റ് ലിമിറ്റ് എന്തായാലും ഉണ്ടാവും ചിലപ്പോൾ. സോ ഫൈനലി ജനറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വെബ് പേജ് ലേഔട്ടിലാണ് ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ റെസ്പോൺസ് വരുന്നത് നോക്കാമല്ലോ. സ്റ്റാർട്ട് കൊടുത്തു. എൻ്റർ ദ ഡിസൈഡ് ക്വസ്റ്റ്യൻ ടൈപ്പ്. നോർത്ത് ഇന്ത്യൻ മേ ബി സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? കറണ്ട് ലൊക്കേഷൻ ഓർ അഡ്രസ്സ്, ഞാനുള്ള സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാമല്ലോ. റിസർച്ച് റെസ്റ്റോറൻറ്റ് ആൻഡ് റിവ്യൂസ്. ഓക്കെ, ഈ നോഡ് സെലക്ട് ആവുന്നുണ്ട്. കൺസോളിനകത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ജെമിനി 2.5 ഫ്ലാഷ് കോൾ ആവുന്നുണ്ട്. ക്രിയേറ്റിംഗ് എ ലിസ്റ്റ്, ഫൈൻഡ് റെസ്റ്റോറൻറ്റ്. ഓ, പ്ലാന്, എന്തൊക്കെ പ്ലാന് വേണമെന്നുള്ളത്. വെബ് ആക്സസ് ചെയ്യുന്നുണ്ട്. അടിപൊളി. അടിപൊളി മിൽമ പാർലറൊക്കെ കിട്ടുന്നുണ്ടല്ലോ. സെർച്ചിങ് വെബ്. ഓ ഇതൊക്കെ ലിസ്റ്റ് ചെയ്തു കേട്ടാ. എൻ്റെ അറിവിൽ മിൽമ പാർലറിലൊന്നും നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇല്ല. നോക്കാം എന്താ ഫൈനൽ റിസൾട്ട് ആയിരുന്നു നോക്കാം. ഡെസേർട്സ്. ഓ അങ്ങനെ നോർത്ത് ഇന്ത്യൻ കുസീൻ ഇല്ലല്ലോ. ബർക്ക റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മലാക്ക ഫുഡ് കോർട്ട് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൂ നൈല്,
ആ ഉള്ളാൻഡ്. എന്തായാലും നമ്മളെ നാട്ടിലുള്ള റെസ്റ്റോറന്റ് ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് വിളിച്ചെന്നെ ചോദിക്കണം. ഓക്കെ, ഇപ്പൊ റിസർച്ച് കണ്ടിന്യൂ ചെയ്തോണ്ട് കേട്ടാ, റിസർച്ച് ഇനിയും കഴിഞ്ഞില്ല. അടിപൊളി. മിൽമ കണ്ണൂർ ഡയറി ഓപ്പറേറ്റിംഗ് അവേഴ്സ് എല്ലാം പിക്ക് ചെയ്യുന്നുണ്ട്. 9 AM to 9 PM. ഒരു മിൽമേനോട് എന്തോ ഒരു ചായ ഉണ്ട്. ഓക്കെ, റിസർച്ച് ഒക്കെ കഴിഞ്ഞു. അടുത്തത് റെസ്റ്റോറന്റിന്റെ ഡാറ്റ ഫോർമാറ്റ് ആണ്. അവിടെ എന്താ സംഭവിക്കും നോക്കാം. ഓക്കെ, ഓരോന്ന് തരംതിരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തു. റെസ്റ്റോറന്റ് നെയിം, ഇതാണല്ലോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. റെസ്റ്റോറന്റ് നെയിം വേണം, അഡ്രസ്സ് വേണം, പിന്നെ റിവ്യൂ സമ്മറി. അപ്പൊ ആ രീതിയിലോട്ട് നമ്മുടെ ഈ റിസർച്ച് ചെയ്ത കണ്ടന്റിനെ ഫോർമാറ്റ് ചെയ്യട്ടാ. ഫോർമാറ്റ് ചെയ്തു. ഫൈനലി ഓക്കെ, ജനറേറ്റീവ് ഇന്ററാക്റ്റീവ് റെസ്റ്റോറന്റ്, ഈ എന്താ പറയാ, ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റെപ്പിലോട്ട് നമ്മൾ എത്തി. ഔട്ട്പുട്ട് നോഡിൽ എന്താ വരുന്നത് നോക്കാം. റിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റിംഗ്. ഓക്കെ, ഈ സ്റ്റേജിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ററാക്റ്റീവ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ, ഇത് N8 കില്ലറാണോ മെയ് കില്ലറാണോ നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോകും. എനിക്കൊരു പ്രാവശ്യം പറ്റി. ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം ബിൽഡ് ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എവിടെ സേവ് ആവുന്നൊന്നുമില്ല. മേ ബി ഇത് എക്സ്പെരിമെന്റൽ ആയതുകൊണ്ടായിരിക്കാം ഔട്ട്പുട്ട് വരുന്നില്ല. ഔട്ട്പുട്ട് വരുന്നില്ല ഇൻ ദ സെൻസ്, നമ്മൾ ചെയ്ത് വെച്ച് ഏതെങ്കിലും ഒന്ന് ട്രൈ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പറ്റുമെങ്കിൽ താഴത്തൊന്ന് കമന്റിലൊന്ന് അറിയിക്കണം, അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും വേറൊരു പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു എന്താ പറയുക, റെസിപ്പി സജസ്റ്റർ ആണ്. ഗൂഗിൾ ജെമിനി തന്നെ. ഇതെന്താ തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ 3 നോഡുകളെ ഉള്ളൂ. സ്റ്റാർട്ട്. എൻ്റർ ദ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റഡ് ബൈ കൊമേഴ്സ്. എൻ്റർ. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ ജനറേറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ റെസിപ്പി ജനറേറ്റർ ഒക്കെ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടിയിട്ടാ. ഇത് ജസ്റ്റ് വെബ് പേജ് മാത്രം ആയതുകൊണ്ടായിരിക്കണം, കൂടുതലൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും മുകളായി ബീഫ് മസാല ഒരു ഐറ്റം വന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു എഡിറ്റ് സജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ആദ്യം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസിലോട്ട് പോവാതെ ആദ്യം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം കുക്കിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിൽ വേണമെന്നുള്ളത്. നമുക്കതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ എഡിറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ഇൻഗ്രീഡിയൻസ് ഫസ്റ്റും ഇൻസ്ട്രക്ഷൻസ് പിന്നെയും, അതിനുശേഷം വെൽ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ആ പർട്ടിക്കുലർ ഡിഷിന് മാച്ച് ആവുന്ന ഒരു ഇമേജൻ 4 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തുകൊണ്ടൊരു ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ എഡിറ്റിൽ എഡിറ്റിന് വേണ്ടി ഒരു സജസ്റ്റ് ചെയ്ത് കൊടുത്തു നോക്കാം. എന്താ റിസൾട്ട് നോക്കാം. ഇവിടെ എന്താ അവസ്ഥ? ആഹാ, അടിപൊളി. ഇത് വല്ലാത്ത ചതിയായി. ഇവന്മാർ പിന്നെ എന്തിനാ ഈ മാപ്പ് ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നേ? നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെ ഓപ്ഷൻ ആണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജെമിനി പോലെ ഏതെങ്കിലും ഒരു ടൂള് വെച്ച് കൊടുക്കാം എന്നാണ്. ഒരു മിനിറ്റ്, ഇവിടെ വന്നിട്ടുണ്ടേ. നമുക്ക് ഒന്നും കൂടെ ജനറേറ്റ് ചെയ്ത് ഇതാണ് റീഫ്രഷ് ബട്ടൺ. ഇതൊന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സ്റ്റാർട്ട് കൊടുക്കുക. അതേ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വീണ്ടും കൊടുക്കാം. രണ്ട് നോഡ് അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇമേജ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു നോഡും ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു നോഡും. അപ്പോൾ ഫൈനൽ റിസൾട്ടിൽ നമുക്ക് ഇമേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അസെറ്റ്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതെന്താ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മേ ബി ജെമിനിനോട് തന്നെ ചോദിക്കാം. ഈ യൂട്യൂബ് വെച്ചിട്ട് എനിക്കൊരു പ്രോംപ്റ്റ് വേണം, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് വേണം, അത് തന്നെ സജസ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കുന്ന സമയത്ത് ഈ യൂട്യൂബിൽ നിന്നുള്ള അസെറ്റ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈ നോക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ അത് അറിയിക്കുക. ഓക്കെ, നമ്മുടെ അടിപൊളി ബീഫ് മസാലേൻ്റെ റെസിപ്പിയും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. വാവ്, അടിപൊളി. ഇതേ അടക്കുന്ന ബീഫ് മസാലേൻ്റെ. ഇനി ആർക്കെങ്കിലും ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ബ്ലോഗ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും ഇമേജ് ഒക്കെ പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ.
ആ മല്ലിയിലൊക്കെ നോക്ക് എന്താ ഡീറ്റെയിലിങ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഓപ്പൽ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഷെയർ ചെയ്ത് നോക്കുക. എന്താ ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഓക്കെ, പബ്ലിഷ് യുവർ ഓപ്പൽ. ഞാൻ ഇതിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, സൂപ്പർ. ക്ലിക്ക് ചെയ്യുന്നു, ഡിഷും. ഓക്കെ, ഇത് ഡയറക്റ്റ് എഡിറ്ററിലേക്കാണ് പോകുന്നത്. അല്ല, ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ആയിട്ടാ. റെസിപ്പി സജസ്റ്റർ. നമുക്ക് ആ തീമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പോലെ തന്നെ ഒരു മിനി വെബ്സൈറ്റ്, ഒരു മിനി, അതാണല്ലോ സംഭവം. ഓപ്പൽ എന്ന് പറയുന്ന ഒരു മിനി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ഒരു മിനി ആപ്പ് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദ ഓൺലി ലിമിറ്റേഷൻ ഈസ് യുവർ ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിൽ ചെയ്ത് നോക്കണം, അസറ്റ്സ് ഒക്കെ ചെയ്ത് കൂടുതലായിട്ട് നോക്കണം എന്നുള്ളവർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.